നിലവിൽ ബാർസലോണ രണ്ട് സൈനികൾ മാത്രമാണ് ഈ സീസണിന് വേണ്ടി നടത്തിയിരിക്കുന്നത്. ഒന്ന് ആന്റണി ഗോർഡനെയും മറ്റൊന്ന് കരീം അദിയാമയെയും. എന്നാൽ മറുഭാഗത്ത് റയൽ മാഡ്രിഡ് ബെർണാർഡോ സിൽവയെയും ഇബ്രാഹിം കൊനാട്ടയെയും ഡംഫ്രിസിനെയും മാർക്ക് കുക്കുറയെയും അടക്കമുള്ള താരങ്ങളെ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം റോഡ്രിയെയും യാൻ ഡയമണ്ടക്ക് വേണ്ടി ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പെരസ് താരങ്ങൾക്ക് വേണ്ടി പണം വാരിയെറിയുന്നുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ റയൽ മാഡ്രിഡ് ഇറങ്ങി കളിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ബാർസലോണയിൽ നിന്ന് മറ്റു വാർത്തകളോ ചർച്ചകളോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. അൽവാരസിന് വേണ്ടി ബാർസലോണ ശക്തമായിട്ട് രംഗത്തുണ്ടെങ്കിലും അത്ലറ്റിക്കോ അത് നിരസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഡാർവിൻ ന്യൂനസിനെ പരിഗണിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ചർച്ചകളൊക്കെ എവിടെ എത്തി എന്നറിയുന്നില്ല. നിലവിൽ റോബർട്ട് ലെവൻഡോസ്കി എന്ന സ്ട്രൈക്കർ പടിയിറങ്ങിയതിനു ശേഷം ഒരു സ്ട്രൈക്കറെ നിർബന്ധമായിട്ടും ബാർസലോണ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഇത്രയൊക്കെ സൈനിങ്ങൾ റയൽ മാഡ്രിഡ് നടത്തുമ്പോഴും എൽ ക്ലാസിക്കോ വരുമ്പോൾ ബാർസലോണയോട് റയൽ പരാജയപ്പെടുമോ? ലാമാസിയയ്ക്ക് മുമ്പിൽ നോട്ടുകെട്ടുകൾ കൊണ്ട് വാങ്ങിയ താരങ്ങൾ തോൽക്കുമോ?